ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് സ്പെഷ്യലായിട്ടുള്ള ഔട്ട്ഫിറ്റുമായിട്ടാണ് വന്നിട്ടുള്ള. ഷറാറയാണ് ചെയ്യുന്നത്, ആലിയ കട്ട് ഷറാറയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5.5 മീറ്റർ വരുന്ന ഷിഫോൺ സാരിയാണ് എടുത്തിട്ടുള്ള. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ കൂടെ തന്നെ 5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇതിൽ 3 മീറ്റർ നമ്മൾ ഫ്ലെയറായിട്ട് വരുന്ന എന്താ പറയുക പാൻറ്റില്ലേ, ആ ഒരു ഫ്ലെയർ പാൻറ്റ് ഫുൾ സർക്കിൾ വരുന്ന ആ ഒരു പാൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയാണ് നമ്മൾ ടോപ്പിന് ആലിയ കട്ട് ടോപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ക്ലോത്ത് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ബാക്ക് ഓപ്പൺ ആണ്. ഇവരെ ബാക്കിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ അവിടെ വെച്ചിട്ടുണ്ട്. ക്ലോത്തിന് ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ 4ആയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബാക്ക് ഓപ്പൺ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് 14 ആണ് 14. അപ്പോൾ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം യോക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും നമ്മൾ ആദ്യം ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി സെപ്പറേറ്റ് ഒക്കെ ആക്കിയാൽ മതി. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഫുൾ ഷോൾഡറിൻ്റെ പകുതി. ഇപ്പോൾ 14 ആണ് ഷോൾഡർ വരുന്നത്, അതിൻ്റെ പകുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആം ഹോള് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് അളവ്, പിന്നെ ഷേപ്പ് ഇതേപോലെ ചെസ്റ്റിൻ്റെ എടുക്കുക അളവ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഈ ഷേപ്പ് ചെയ്യുന്നിടത്ത് ഇവിടെ ഒരു ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. 7 അരയാണ് ഷേപ്പിൻ്റെ അവിടെ എനിക്ക് വരുന്ന അളവെങ്കിൽ 1 ഇഞ്ച് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ എടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം അവിടെ നമ്മൾ ടക്കിട്ട് കൊടുക്കുമ്പോഴത്തേനും ഇതാണ്ടില്ല 1 ഇഞ്ച് അവിടെ കൂടുതലിട്ട് എന്നിട്ടാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. കാരണം അത് ടക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് തയ്യൽ തുമ്പിൻ്റെ ഇടയ്ക്ക് എക്സ്ട്രാ കൊടുത്തിട്ടേ നമ്മൾ എന്തും ചെയ്യാവും. കാരണം ഇപ്പോൾ തയ്യൽ തുമ്പിൻ്റെ കൂടെ തന്നെ ഒരു താഴത്തെ 1 ഇഞ്ച് എക്സ്ട്രാ കാണുന്നുണ്ടോ, അത് ഇതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്ത് വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിൽ 2 പീസാണ് വരുന്നത്. ബാക്കിൽ സിബാണ്. അത് എടുത്ത് പറയുന്നത് വെച്ചാൽ മാറിപ്പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ ആലിയ കട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആലിയ കട്ടിന് നമ്മൾ ഇതേപോലെ താഴത്തുനിന്ന് മേളിലേക്ക് ഒരു 4 ഇഞ്ച് 4-5 വരയ്ക്കൊക്കെ പോകും. അതിലും കൂടുതൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിതിലൊരു 4 ഇഞ്ചാണ് കൊടുത്തത്. അതിപ്പോൾ 5 വരെ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ചിട്ട് ഒരു സ്കെയിൽ വെച്ച് വരച്ചെടുത്താലും മതി. ജസ്റ്റ് ഞാനിപ്പോൾ വരയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഒരു 4 ഇഞ്ച് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ചേരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 ഇഞ്ച് വരയ്ക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം 5 ഇഞ്ച് ആകുമ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ട് തന്നെ കിട്ടും. 1 ഇഞ്ചിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വരച്ച് വെക്കുക, കട്ട് ചെയ്യരുത്. കട്ടിങ് നമുക്ക് ലാസ്റ്റ് ഈ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ബോട്ടം, ബാക്കിലത്തെ ബോട്ടമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ യോക്ക് കഴിഞ്ഞിട്ട് വരുന്ന ബാക്ക്. അപ്പോൾ ബാക്കിലത്തെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 21 ആണ്. മനസ്സിലായോ? ഈ ഒരു ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 21 ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലെങ്ത്തൊന്നും വേണ്ട, മുട്ട് വരയ്ക്കുക നമ്മൾ ടോപ്പ് വേണ്ടു. അപ്പോൾ അതിനനുസരിച്ചിട്ട് 21 ആണ് ഞാനിത് എടുക്കുന്നത്. 21 ബാക്കി നമ്മുടെ യോക്കും ഒക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ആ ഒരു മുട്ട് വരെയുള്ള ലെങ്ത്ത് മതി എന്നുള്ളതുകൊണ്ട്. ഷറാറയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്കിലേക്കാണ്. അപ്പോൾ ഈ ഒരു പീസ് ബാക്കിലേക്ക് ഒന്നുമില്ല, ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ടിലേക്കാണ് പിന്നെയും കുറച്ചുകൂടെ നമ്മൾ ഡിസൈൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫ്രില്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു 44 ക്ലോത്തിന് ഇതേപോലെ വെച്ചിട്ടല്ലേ നമ്മൾ എപ്പോഴും എടുക്കാറ്. നേരത്തെ ബാക്ക് എടുത്തില്ലേ, അപ്പോൾ ഇതേപോലെയല്ലേ നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചല്ലേ നമുക്ക് ഫ്രില്ല് കിട്ടുള്ളൂ, ഒരുപാട് ഫ്രില്ലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂടുതൽ ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചിങ്ങെടുക്കും. കണ്ടില്ലേ, ഇതേപോലെ. അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചത്. ഓൾറെഡി ഞാൻ കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സംഭവത്തിൽ കണ്ടില്ല, ഇങ്ങനെ നേരെ ഓപ്പോസിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതേപോലെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എടുക്കുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല വീതി കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല വീതിയുണ്ട്. 34 ഒരു ഭാഗം മാത്രം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് എടുക്കുമ്പോഴത്തേക്ക് 68. നോർമലി 44 വരുന്ന സംഭവം നേരെ എന്തായി, കൂടുതലായി. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ആലിയ കട്ടിൽ ഈ ഒരു ഭാഗമാണ് ശരിക്കും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. ഓക്കെ, ഇനി നമ്മൾ ബാക്കിലത്തെ പോർഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പീസ് എടുത്ത് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ യോക്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് 4 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ, ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, എക്സ്ട്രാ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു 4
നമ്മൾ നേരെ ഇവിടത്തേക്ക് നമ്മുടെ ഈ ക്ലോത്തിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈന് വരച്ച് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇല്ലേ, ഈ സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരച്ച് കൊടുത്തോ. ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല. ഈ ഒരു 4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കാവൂ. നേരത്തെ ഞാൻ 21 എടുത്ത സംഭവം ഉണ്ടല്ലോ, ആ ഒരു 21 ഈ 4 ഇഞ്ച് കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, 4 ഇഞ്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇനി നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് ഇവിടത്തേക്ക് മേളിൽ നിന്ന് ഇതേപോലെ വന്നിട്ട് ആ ഒരു 4 ഇഞ്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഇതേപോലെയാണ് എടുക്കുന്നത്. അങ്ങനെ ചെരിവൊന്നും വരണ്ട. ആ സ്കെയിൽ വെച്ച് വരച്ചിട്ടും എനിക്കത് കംഫർട്ടല്ല. എനിക്ക് കൈ വെച്ച് വരക്കുന്നത് തന്നെയാണ് എനിക്ക് കംഫർട്ട്. ഇത് ചുമ്മാ എന്താ പറയുക, ഇങ്ങനെ എടുത്ത് വെച്ചിട്ടൊന്നും എന്നെക്കൊണ്ട് സെറ്റാവില്ല. മാക്സിമം എനിക്ക് ഫ്രീ ഹാൻഡാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് വരച്ച് അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ താഴത്ത് ആ ഒരു ഭാഗവും കൂടിയും കട്ട് ചെയ്ത് ഇങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ആലിയ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാ എടുത്തിട്ട് തന്നെ കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിൽ ഡൗട്ട് വരാനൊന്നും ഒരു കാര്യമില്ല, അത്രയും സിമ്പിളാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനിങ് കട്ട് ചെയ്യണമല്ലോ. ബാക്കിലത്തെ ലൈനിങ് കട്ട് ചെയ്യാൻ ഒരു പാടുമില്ല. ജസ്റ്റ് ഇതേപോലെ വയ്ക്കുക. എത്രയാണോ നമുക്ക് വേണ്ടി, 21 ആകുമ്പോഴത്തേന് 21 തന്നെ ലൈനിങ് എടുക്കേണ്ട, 1 ഇഞ്ച് കുറച്ചിട്ടൊക്കെ എടുത്താൽ മതി. അപ്പോൾ ബാക്ക് പോർഷൻ 19, 20 ആ ഒരു റേഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ ഒന്നുകൂടെ കാണിക്കാം. 4 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഞാൻ 4 ഇഞ്ച് നേരത്തെ ചെയ്യുന്നതിനേക്കാളും നല്ല ഡീസൻ്റായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് അതും മാർക്ക് ചെയ്ത് കൊടുത്ത്. ഓക്കെ, ഇനി നമ്മൾ ചെരിച്ചിട്ട് ഈ ഒരു 4 ഇഞ്ചിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ആലിയ കട്ട് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുള്ളൂ. ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീതി മതി എന്നാണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷിഫോൺ ക്ലോത്തിലും ഇങ്ങനെ തന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതിൽ ടെൻഷനൊന്നും അടിക്കണം. ഫ്രില്ല് ഇച്ചിരി കുറയുന്നേ ഉള്ളൂ. അതിപ്പോൾ ഫ്രില്ല് വേണ്ടാത്ത ആൾക്കാർക്ക് അത് മതി എന്നാണെങ്കിൽ അത് മതി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്കിന് 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു 6 ഇഞ്ച് ഇറക്കം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ക്യാൻവാസ് വെച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ വൃത്തി. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീനക്ക്, ഇതിപ്പോൾ ആലിയ കട്ട് ചെയ്യുമ്പോൾ വീനക്കായിരിക്കും ഏറ്റവും ഭംഗി. റൗണ്ട് നെക്ക് ഭംഗിയില്ല എന്നല്ല, പക്ഷേ വീനക്ക് ആയിരിക്കും ഇതിനൊരു ഭംഗി കാണുന്നത്. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം ചെയ്തപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആലിയ കട്ട് ചെയ്യുന്നുണ്ട് വീനക്ക് എടുക്കുക. സംഭവം ഈ ഒരു വി കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ഇതിൽ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരുപാട് വീതി വേണ്ട എന്നാണേൽ കുറച്ചൊന്ന് കുറയ്ക്കാം. കാരണം ഫ്രണ്ടിനൊക്കെ ഇറക്കം വരുന്നതിനനുസരിച്ചിട്ടും ബാക്കിനൊക്കെ ഇറക്കം വരുന്നതിനനുസരിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡറിൻ്റെ ഈ ഒരു സംഭവം കുറച്ചൊന്നും കുറച്ച് കൊടുക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാതിരിക്കാനും കറക്റ്റായിട്ടുള്ള ആം ഹോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ഭാഗം സിബിൻ്റെ ആ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 3 ഇഞ്ച് വിടുത്തിൽ 3 ഇഞ്ച് ഇറക്കം വന്ന് ചെറിയൊരു എന്ത് ചെയ്തിട്ടുണ്ട് നെക്ക്. അങ്ങനെ ഒരുപാട് ഇറക്കം വെച്ചിട്ടില്ല, ഇച്ചിരി ഇറക്കേ ഉള്ളൂ 3 ഇഞ്ചിൽ അങ്ങനെ. അപ്പോൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയും ഷോൾഡറിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്നുള്ളത് നോക്കുക. നമ്മൾ ഫ്രണ്ടിലെടുത്ത് അത്ര തന്നെ ഇതിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ വരച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ ലൈനിങ് പീസും ഷിഫോൺ ക്ലോത്തും നല്ല ക്ലോത്തും ഇതേപോലെ യോക്ക് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കൂലേ, എളുപ്പപ്പണിയാണ്. അതാണ് ഇതേപോലെ വെച്ച് മറിച്ചിട്ട് കൊടുക്കുന്ന സംഭവം. നമ്മൾ ബേബീസിൻ്റെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു മറിച്ചിട്ട് കൊടുത്തു, പതിച്ചും സ്റ്റിച്ച് ചെയ്തു, മൊത്തത്തിൽ ആ ഒരു ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം ടക്കിട്ട് കൊടുക്കണം. അത് ഇച്ചിരി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പകുതിയിലോട്ട് മടക്കുക. കണ്ടില്ല, നേരെ പകുതി മടക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കട്ട് ചെയ്യുക. കാരണം ആ ടക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാതിരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണേൽ എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ കിട്ടുകയും ചെയ്ത് ആലിയ കട്ടും കട്ട് ചെയ്യാം. ഇതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള സംഭവം. ഇനി ഈ ഒരു ടസൽസ് വരുന്ന ലേസ്, അത് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം തന്നെ വേണേൽ പറയാം. ഇതെവിടെ കണ്ടാലും വാങ്ങിച്ചു പോകും, അതാണ് കുഴപ്പം. എന്നാലും ഭംഗിയാണ്. ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നെറ്റ് പീസ് കണ്ടില്ലേ പുറത്ത്, അത് ഒരു 1 സൈഡ് ആയിട്ടുള്ള ഫൂട്ട്, നിങ്ങൾക്ക് സിബ്ബർ ഫൂട്ട് ഇല്ലേ, ആ ഒരു സംഭവം 1 സൈഡായിട്ട് വരുന്ന ഫൂട്ട് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരി വർക്ക് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത അതേ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും.
ഈ ഒരു വൺ സൈഡ് ഫൂട്ടൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് എല്ലാ മെഷീനിലും യൂസ് ചെയ്യാം. അങ്ങനെയുള്ളത് പറഞ്ഞും വാങ്ങിച്ചാൽ മതി എന്നേ ഉള്ളൂ. എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇനി എല്ലാവരും അയക്കാൻ നിൽക്കും. കാരണം നമുക്ക് മെഷീൻ വാങ്ങിക്കുന്ന കടയിൽ കിട്ടും വൺ സൈഡ് ഫൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെഷീൻ്റെ പേരും പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യണമല്ലോ. സെൻറ്ററിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണേൽ ആദ്യമേ പ്ലീറ്റ് ഇട്ട് വെക്കാനാണ് എങ്കിൽ പ്ലീറ്റ് ഇട്ട് വെക്കാം, നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട്. അതല്ല ഇതേപോലെ വെച്ച് പ്ലീറ്റ് എടുത്തെടുത്ത് ചെയ്യാനാണേലും വൺ സൈഡ് ഫൂട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വൺ സൈഡ് ഫൂട്ട് ഇട്ടിട്ട് ചെയ്ത് പതിയെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇച്ചിരി സമയം ആവും. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഇതുണ്ട്, എന്ത് ഹാൻഡ് വർക്ക് അല്ല, ഈ ഒരു ടസൽസിൻ്റെ സ്റ്റോണും കാര്യങ്ങളും പിന്നെ വൺ സൈഡ് ഫൂട്ട് അതൊക്കെ ആകുമ്പോൾ ഇച്ചിരി സമയമാവുമെങ്കിലും നെയ്റ്റായിട്ട് എടുത്താൽ മതി ചെയ്തിട്ട്. പിന്നെ ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ, നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് അയൺ ചെയ്യണത്. ഇതേപോലെ ടൈറ്റായിട്ട് പിടിക്കുക, അയൺ ചെയ്യുക. ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. സെയിം നേരത്തെ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു പ്ലേറ്റും ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞ് തന്നെ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ബോറായിരിക്കും കാണുന്ന ആൾക്കാർക്ക്. ഒന്നാമതേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഇരിക്കട്ടെ കുറച്ചൊരു ഭംഗിയായിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയെന്ന് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ബാക്ക് പോർഷനാണ് ചെയ്യുന്നത്. ബാക്കിൽ സിബ്ബ് ഈ ഒരു ഇൻവിസിബിൾ സിബ്ബാണ് വെക്കുന്നത്. അതും ലൈനിങ്ങിൻ്റെ അകത്ത് നമ്മുടെ സിബ്ബ് ഇരിക്കുകയും വേണം. ആ ഒരു ലൈന് മാത്രമേ പുറത്ത് കാണാനും പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ല ക്ലോത്തിൽ നമ്മുടെ സിബ്ബ് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേലെയാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്, എന്താ പറയുക, ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു നെക്കും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇതേപോലെ ഈ ഒരു സംഭവം വെച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ സിബ്ബുമായി ഈ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ തമ്മിൽ നിന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് മൊത്തത്തിൽ ഇതാക്കുള്ളൂ. ജസ്റ്റ് ഇതേപോലെ വയ്ക്കുക, ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ ജസ്റ്റ് ഫ്രില്ലിട്ടിട്ട് വരിക. കണ്ടില്ലേ? ഇതേപോലെ ബാക്കിൽ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ബാക്കിൽ സിബും കാര്യങ്ങളുമായി ഈ ഒരു ഫ്രില്ലും കൊടുത്ത് പിന്നെ സ്ലീവ് ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. 13 ഇഞ്ചിൽ ഒരു എൽബോ സ്ലീവ്, അത്രയേ ഉള്ളൂ, ചെറിയ സ്ലീവ്. അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ചെറിയൊരു സ്ലീവ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുൾ സ്ലീവ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഫുൾ സ്ലീവും വയ്ക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ലൈനിങ് വെക്കണേൽ ലൈനിങ് വെച്ചിട്ടും കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരെ എന്താ പറയുക ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി സ്ലീവേ വേണ്ടതാണ് അങ്ങനെയും ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടസൽസ് തന്നെ, ഈ ഒരു ലേസ് തന്നെ ഈ എൻഡിലും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്ലീവിൻ്റെ എൻഡിലും. കാരണം വേറെ കാര്യമായിട്ട് ഡിസൈനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബോഡി ഷേപ്പ് ചെയ്യാം. ബോഡി ഷേപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ യോക്കും ബോട്ടവും തമ്മിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 2-3 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് വേറെയും നമ്മുടെ മെയിൻ ക്ലോത്ത് വേറെയായിട്ട് തന്നെ ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും ഗൗണിലൊക്കെ ചെയ്യുന്നില്ലേ ആ ഒരു സംഭവം, അതേപോലെ തന്നെ ചെയ്യുക. ബാക്കിലും ഇതേപോലെ തന്നെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാത്രം ആകുമ്പോഴത്തേനും എന്തോ ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് ആവാത്ത പോലെ തോന്നിയതുകൊണ്ട് കുന്തൻ സ്റ്റോൺ ഉണ്ടല്ലോ, ആ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു യോക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ലായിരുന്നു, എന്നാലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേപോലെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, ആ ഗ്ലൂ അവിടെ ഇവിടെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കുന്തൻ സ്റ്റോൺ ഫിറ്റ് ചെയ്യാണ്. കുന്തൻ സ്റ്റോൺ വെറുതെ വെച്ചാൽ പോരാ, അതിൻ്റെ മേലെ നമുക്ക് ബൂട്ട ഡിസൈൻ ചെയ്യാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമാവും, അപ്പോഴത്തേനും ഈദ് കഴിയും. പിന്നെ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഈദ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴേലും എനിക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാന്നേ ഉള്ളൂ. ബൂട്ട വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നല്ല പക്ക ഫിനിഷിംഗ് ആയിരിക്കും, നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്രൈഡൽ ബ്ലൗസിലൊക്കെ നമ്മൾ ചെയ്യുന്നില്ല ബൂട്ട വർക്ക് എന്ന് പറയും, ഇതിൻ്റെ മേളിൽ ചെറിയൊരു ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്, അതും കൂടി ചെയ്ത ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ മൊത്തത്തിലേ ചെയ്ത് ഒരു നൈറ്റ് മുഴുവൻ ഉണങ്ങാൻ വെച്ചു. കണ്ടില്ലേ? ഇതേപോലെ വെച്ചിട്ട് വീനക്ക് എന്തോ ഒരു എന്താ പറയുക, ഒരു
ഫിനിഷ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അവിടെയും ചെറിയൊരു ബീഡ്സ് വർക്ക് കൊടുത്തേ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ബാക്കിയുള്ളൊരു 3 മീറ്റർ എന്ന് പറഞ്ഞല്ലോ, ഈ 3 മീറ്റർ ഫാബ്രിക് വെച്ചിട്ട് ഈ ഒരു പാൻറ്റാണ് ചെയ്തെടുത്ത് ഫ്ലെയർ ആയിട്ടുള്ള. ഈ ഒരു പാൻറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. കാരണം ഒരുപാട് ചെയ്തു നമ്മളിത് 3 പ്രാവശ്യം എങ്ങാനും ചെയ്തു. ഇനി വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോനെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരയ്ക്കുള്ള ഫുൾ വീഡിയോ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് 3 മീറ്റർ ആയി ഈ ഒരു പാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ സെറ്റ് ഞാൻ പറഞ്ഞത് 5.5 മീറ്റർ ചെയ്ത് എന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ ഒരു ടസൽസ് തന്നെയാണ്, എന്താ പറയുക, ആ ലേസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു കുന്തൻ സ്റ്റോണും വർക്കൊക്കെ വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു പാർട്ടി വെയർ സംഭവമായിട്ട് വന്ന് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ചെയ്യാം. ഷിഫോൺ എന്നറിയാലോ, അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, മീറ്റർ 80 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പാൻറ്റും കണ്ടില്ലേ, ഇതേപോലെ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന പാൻറ്റും പിന്നെ ഈ ഒരു ലെങ്ത്ത് മാത്രമേ ടോപ്പിനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒരു ഷോളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ഷോൾ എനിക്കിവിടെ കിട്ടാനില്ല, ഞാനുള്ള സ്ഥലത്ത് ഇങ്ങനെ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ലൈനിങ്ങൊക്കെ കിട്ടിയാൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോളിന് പിന്നെ അധികം തിരയാൻ പോയിട്ടില്ല. ഒരു നെറ്റിൽ ലേസൊക്കെ, എന്താ പറയുക, ഒരു ഗോൾഡൻ ലേസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഷോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. അപ്പോൾ താങ്ക് യു, ബൈ.